അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ, മറ്റ് വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളെല്ലാം വളർത്തി ഒരുപക്ഷെ ദർശന ഒരു ഒരുപക്ഷെ അനൌദ്യോഗിക സർവകലാശാല എന്ന് പറയാവുന്ന തരത്തിലേക്ക് ഇന്നത് വളർന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഈ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിലൊരു ഭാഗമാണ് പുസ്തകമേള. പുസ്തകമേള ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് വായനയുടെ ലോകം പിന്നോക്ക് പോകുന്നു എന്ന് വലിയ രൂപത്തിലുള്ള ആശങ്ക. പണ്ട് 1 ഡസനുള്ള പുസ്തകം പുതിയതിറങ്ങിയത് വായിച്ചു ഇപ്പോൾ കണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക. എല്ലാ പുസ്തകങ്ങളും നമുക്ക് ഒരുപക്ഷെ ഹൃദയത്തിൽ തട്ടി നിന്നോളന്നില്ല. ഇപ്പൊ സിനിമ ധാരാളം കാണും. ബഹുമാനായ ബാലചന്ദ്രമേനോന്റെ സിനിമ മിക്കവാറും അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ആദ്യം കണ്ട ഒരു കാലഘട്ടത്തിൽ കണ്ടിരുന്ന ഒരാളാണ്. അതിനുശേഷം കാഴ്ചയിലായിരുന്നാലും, കാര്യം നിസ്സാരമായിരുന്നാലും, അമ്മയാണ് സത്യമായിരുന്നാലും, ഉത്തരാരാത്രിയായിരുന്നാലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട്, വളരെ മനോഹരമായ ഒരു സിനിമ. ആ സിനിമ ഉൾപ്പെടെ ആ കഥാപാത്രങ്ങളെ പലതും മനസ്സിനുള്ളിൽ തട്ട് നിൽക്കുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കലയായിരുന്നാലും സാഹിത്യമായിരുന്നാലും അത് കണ്ടു കഴിയുമ്പോൾ അതിലെ കഥയും കഥാപാത്രങ്ങളും എന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ തക്ക രൂപത്തിൽ സാമൂഹ്യ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളായി അതൊക്കെ പ്രതിഫലിപ്പിക്കാൻ കഴിയുമ്പോഴാണ് അതെല്ലാം സ്വീകരിക്കാനും അതെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കാനും കഴിയുക. ഓരോ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളായിരിക്കണം നമ്മുടെ തൂലികയിലൂടെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക. സാമൂഹ്യ പുരോഗതിക്കുള്ള പടവാളായിരിക്കണം യഥാർത്ഥത്തിൽ സാഹിത്യകാരന്റെ തൂലിക എന്ന കാര്യത്തിൽ ഒരു സംശയം. അങ്ങനെ എഴുതുമ്പോഴാണ് ഇപ്പോ കൃഷിക്കാരൻ വേദന കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിൽ മുരുകൻ കെട്ടാക്കട എഴുതി, ഇത് പാടമല്ലെന്റെ ഹൃദയമാണ്, കതിരല്ല കഴിയുന്ന മോഹമാണ്, നീ എന്റെ കരളും പറയിച്ചുകൊള്ള എന്ന് പറയുമ്പോൾ വർത്തമാനകാല കൃഷിക്കാരന്റെ ആത്മനൊമ്പരങ്ങൾ സ്വന്തം ഹൃദയനൊമ്പരങ്ങളായി വിവരിക്കുകയാണ്. എല്ലാ വർഷവും ഒരുപക്ഷെ ലോകോത്തര നിലവാരമുള്ള ഗ്രന്ഥങ്ങളെല്ലാം എല്ലാ നിലയിലുമുള്ളത് ഇവിടെ സമാഹരിച്ച് അത് വിപണനത്തിനെത്തുമ്പോൾ ഏറ്റവും നല്ലൊരു സാംസ്കാരിക സദസ്സായി സായം സന്ധികളും മാറിത്തീരുമ്പോൾ അക്ഷരനഗരിക്ക് അഭിമാനകരമായ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മുഹൂർത്തങ്ങൾ സമ്മാനിക്കുകയാണ്. ഈ തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം ഈ നാടിന്റെ പുരോഗതിക്ക് ഏറ്റവും മുതൽക്കൂട്ടായി മാറുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന തോമസ് അച്ഛനെയും അതുപോലെ അതിന്റെ അണിയറ ശില്പികളെയുമെല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി വാക്കുമെമ്പറുടെ പ്രകാശനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. പുതിയൊരു പ്രഭാഷണത്തിലൂടെ ബഹുമാനപ്പെട്ട ദർശന അന്താരാഷ്ട്ര പുസ്തകമേള നടക്കുമ്പോൾ കൂടുതൽ പഠിക്കുവാനുള്ള അവസരം, നമ്മളെ അറിവിന്റെ ലോകത്തിലേക്ക് കൂടുതൽ മുൻപോട്ട് നയിക്കുവാനുള്ള അവസരം ദർശന ഇവിടെ നമുക്ക് തുറന്നു തരികയാണ്. 1984 CMI സെന്റ് ജോസഫ് കോട്ടയം പ്രവിശ്യ ശാസ്ത്രി റോഡില് നട്ടുവെച്ച ദർശന സാംസ്കാരിക കേന്ദ്രം 25 വർഷം കൊണ്ട് വളർന്ന് ഒരു വലിയ വൃക്ഷമായി തീർന്നു. അതിന്റെ ഒരു ശിഖരം മാത്രമാണ് ഈ അന്താരാഷ്ട്ര പുസ്തകമേള. ധാരാളം ശിഖരങ്ങളുള്ള ഈ ദർശന ഇനിയും പുതിയ പുതിയ ശിഖരങ്ങൾ പൊട്ടിമുളച്ച് ഈ അക്ഷരനഗരിക്ക് തിലകക്കുറിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പുസ്തകമേളയ്ക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി. അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും നഗരത്തില് പുസ്തകങ്ങളുടെ വസന്തോത്സവത്തിന് തിരശ്ശീല ഉയർന്നിരിക്കുകയാണ്. അതിന്റെ സൗരഭ്യം വളരെയേറെ വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിൽ ഒന്ന് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ സിൽവർ ജൂബിലി ആഘോഷം ഈ കൂട്ടത്തിൽ നടക്കുന്നു. 2 താരശോഭയുള്ള ഒരു അധ്യക്ഷ വേദി പ്രിയങ്കരനായ ബാലചന്ദ്രമേനോന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന പുസ്തകമേള എന്നുള്ളതാണ് എന്റെ 2ാമത്തെ പ്രാധാന്യം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു പുസ്തകമേള 25 വർഷം തുടർച്ചയായി അഭംഗുരം അതിഗംഭീരമായ രീതിയിൽ സംഘാടനം ചെയ്യപ്പെട്ട് നടന്നു കാണുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. തോമൈ മോറിയെ പോലുള്ള പ്രതിഭാധനരായ വ്യക്തികളുടെ നേതൃത്വത്തിൽ
പ്രൊഫസർ അനന്തമൂർത്തിയെ പോലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഒക്കെ ഈ പുസ്തകമേള അടിവെച്ച് മുന്നേറുന്ന ഒരു കാഴ്ച വളരെ സന്തോഷകരമായി. എന്നാൽ ഇതിന്റെ ഉദ്ഘാടനം ചെയ്ത ഈ വേദിയെ ഈ സംരംഭത്തെ ഈ കൊല്ലത്തെ പുസ്തകമേളയെ സിബിയൻ വാസവനും മുനിസിപ്പൽ ചെയർപേഴ്സണും അച്ഛന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ കൊല്ലത്തെ ഉത്സവമേള ആരംഭിക്കുന്ന ഈ ഉത്സവമേളയ്ക്ക് ഇനി ആശംസകളെ കൊണ്ട് ആവശ്യമില്ല എന്ന് ഞാൻ പറയുകയാണ്. വലിയൊരു യജ്ഞത്തിന്റെ ഒരു വേദിയാണ്. ഇതൊരു യജ്ഞവേദിയായി ഞാൻ ഇതിനെ കാണുകയാണ്. ഇത് പുസ്തക സംരക്ഷണത്തിന് വേണ്ടി ഉള്ള വലിയൊരു യജ്ഞം. അതിൽ അച്ഛന്മാർ പങ്കെടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. CMA അച്ഛന്മാർക്ക് വാസ്തവത്തിൽ എങ്ങനെ ഈ ഒരു പ്രവാചക ദൗത്യവുമായിട്ട് വരേണ്ട ആവശ്യം ഉണ്ടായി എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അച്ഛന്മാർ അവരെല്ലാവരും എന്റെ സുഹൃത്തുക്കളായിരുന്നു. വളരെ ആത്മാർത്ഥമായ രീതിയിൽ സംഘാടനം ചെയ്തുകൊണ്ട് ഈ പുസ്തകങ്ങളെ വളർത്തിയെടുത്തവരാണ്. പ്ലേറ്റോ പറയുകയായിരുന്നു, ഫിലോസഫർ കിങ് എന്ന് പറയുന്ന രീതിയിൽ ഫിലോസഫർ ഷാൽ ബിക്കം എ കിങ്, then only there will be safety and also life for the city states എന്ന പ്ലേറ്റോയുടെ വാക്കുകൾ മരിക്കാത്ത വാക്കുകളാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഫിലോസഫർ കിങ് എന്നുള്ള ദൌത്യത്തിലേക്കാണ് അച്ഛന്മാരെ കടന്നു വന്നിരിക്കുന്നത്. CMA അച്ഛന്മാർ അവരെ വാർത്താതിരിക്കുവാൻ നിവൃത്തിയില്ല. കോട്ടയത്തെ സംബന്ധിച്ച് ഇവിടെ സൂചനകൾ ഉണ്ടായി. അക്ഷരനഗരി എന്ന് ചുമ്മാതെ പറയുന്നതല്ല. ഇവിടെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും നഗരമായതും വെറുതെയല്ല. 1819 3 മെട്രോപൊളിറ്റൻ സിറ്റീസിനോടൊപ്പം കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസിനോടൊപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച മണ്ണിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ 1882 ഇപ്പോഴത്തെ ഏറ്റവും വലിയ പബ്ലിക് ലൈബ്രറി എന്ന് അറിയപ്പെടുന്ന കോട്ടയം പബ്ലിക് ലൈബ്രറി ആരംഭിച്ച സ്ഥലമാണ്. 1885 മറ്റുമൊക്കെ 55-87 അപ്പു നെടുങ്ങാടിയുടെ കന്നലതയും അതുപോലെ തന്നെ ചന്ദ്രമേനോന്റെ പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്നു. എന്നാൽ അതിനൊക്കെ മുമ്പ് തന്നെ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് ഇംഗ്ലീഷ് നോവലുകൾ വായിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കോട്ടയത്തിന്റെ വലിപ്പത്തെ വിളിച്ചറിയിക്കുന്ന സംഗതിയാണ്. ഇത് ഏത് രീതിയിൽ നോക്കിയാലും നൂറ്റാണ്ട് പിന്നിട്ട ദിനപത്രങ്ങൾ, ഇപ്പൊ 35 ലക്ഷത്തോളം വാരിക പ്രസിദ്ധീകൾ ഇറങ്ങുന്ന സ്ഥലം ആഴ്ചയിൽ, ഇങ്ങനെയെല്ലാം വരുമ്പോൾ SPCSന്റെ ആസ്ഥാനം, ഇങ്ങനെയെല്ലാം ഉള്ളൊരു സ്ഥലത്ത് വേണം ഈ പുസ്തകത്തിന്റെ റിവൈവൽ നടക്കാൻ. അപ്പൊ അതൊരു വേദി എല്ലാ രീതിയിലും ദർശനയിലെ സാരഥികൾക്ക് ഈ വേദി ഇണങ്ങി വന്നു. ഇതുപോലൊരു യജ്ഞം നടത്തുക വഴി കഴിഞ്ഞ 25 വർഷമായി തുടർന്നു വരുന്ന ഈ ഒരു വലിയൊരു പ്രവർത്തനം, അതുവഴി പുസ്തകങ്ങൾ മരിക്കുന്നില്ല എന്നുള്ളത് ഡിക്ലെയർ ചെയ്യാൻ ഏറ്റവും പറ്റിയ വേദി കോട്ടയമാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണെന്നുള്ളത് നമ്മളെ തൃശ്ശൂർക്കാർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരെ അവകാശപ്പെട്ടാലും ഇല്ലെങ്കിലും കോട്ടയത്തിന്റെ ആ സ്ഥാനം നിഷേധിക്കാൻ നിവൃത്തിയില്ല. ആ സ്ഥലത്ത് വെച്ച് പുസ്തകങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പൊ ഇതിന് സാക്ഷിയായി നാം ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്നു. എല്ലാ വിജയങ്ങളും ഈ പുസ്തകമേളയ്ക്ക് ആശംസിക്കുന്നു. അച്ഛന്മാർ എന്നെ ഇങ്ങനെ ഈ വേദിയിലേക്ക് ഇതിന് ഒരു ക്ഷണം തന്ന് സ്വീകരിക്കുകയും 2 വാക്ക് സംസാരിക്കുകയും പറയുവാൻ അനുവദിച്ച തോമസ് പുതുശ്ശേരി അച്ഛനോടുള്ള എന്റെ സന്തോഷവും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ. അതിന്റെ നിറവിൽ പുസ്തകമേളയുടെ സമുദ്ഘാടനം നിർവഹിച്ച പത്മശ്രീ ബാലചന്ദ്ര മേനോനെ ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെയും കോട്ടയത്തിന്റെ സാംസ്കാരിക സമ്പന്നമായ പൗരാവലിയുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അക്ഷരനഗരത്തിന്റെ ചെയർമാനായ ശ്രീമതി റീബ വർക്കി ആണ് സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്. കോട്ടയത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ അടയാള മുദ്രയായി രേഖപ്പെടുത്തുന്ന കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ എബ്രഹാം വിട്ടിച്ചെറിയയ്ക്ക് മേളയ്ക്ക് വിജയം ആശംസിച്ചുകൊണ്ട് അതിന്റെ പൂർവ്വകാല ചരിത്രം നമുക്ക് സമ്മാനിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. കോട്ടയത്തിന്റെ സഹൃദയ സദസ്സിനും മേളയിൽ പങ്കെടുത്ത് ഇത് വിജയപ്രദമാക്കാൻ സഹകരിക്കുന്ന 200-ലധികം വരുന്ന പ്രസാധക സുഹൃത്തുക്കൾക്കും ഈ മേളയിലെ കഴിഞ്ഞ വർഷത്തെ കണക്ക് അനുസരിച്ചാണെങ്കിൽ 2 ലക്ഷത്തോളം വരുന്ന ഈ വരും ദിവസങ്ങളിൽ എത്തിച്ചേരാൻ ഇരിക്കുന്ന പുസ്തക പ്രേമികൾക്കും ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ഈ പുസ്തകമേളയുടെ സംഘാടക സമിതിയുടെയും പേരിൽ ഞാൻ ഹൃദയം